വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന വാർത്ത +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ അതിന്റെ ഫലം എന്ന് വരും എന്നുള്ളതാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഈ വർഷം +2 തന്നെ നടക്കുന്നത്. അല്ല എങ്കിൽ ഏകദേശം ഒരു ജാനുവരി മാസത്തോടു കൂടിയൊക്കെ അതിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ അല്ലെങ്കിൽ ഡിസംബർ മാസത്തോടു കൂടിയൊക്കെ അതിന്റെ റിസൾട്ടൊക്കെ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ എന്ന് റിസൾട്ട് വരും എന്നുള്ള പല വ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അതിനിടയിലാണ് ഞായറാഴ്ച റിസൾട്ട് വരും എന്നുള്ള ഒരു വാർത്തയൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് തിങ്കളാഴ്ച വരും എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് DHSCയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. റിസൾട്ട് എന്ന് വരും എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല, കുറച്ചുകൂടി വൈകും എന്നുള്ള ഒരു അറിയിപ്പാണ് DHSയുടെ ഭാഗത്ത് നമ്മളിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയാണ്. നിലവിൽ എന്ന് റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും DHSയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ വലിയ പ്രാധാന്യമൊന്നും +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ പത്രങ്ങളിലൊക്കെ വരുന്ന കാര്യം റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ എന്ന് അത് പ്രഖ്യാപിച്ച കാര്യം വാർത്തകളിലൊക്കെ ഇടം പിടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ SSLC +2 മെയിൻ പരീക്ഷകളുടെ റിസൾട്ട് വരുന്നത് പോലെ ഒരു വലിയ പബ്ലിസിറ്റിയോട് കൂടി ആയിരിക്കുകയില്ല +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ വരിക, അതിന്റെ ഫലം വരിക എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. എന്തായാലും +2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ തവണ 9-ാം തീയതിയാണ് +2 പരീക്ഷാ ഫലം മെയ് മാസം പ്രഖ്യാപിച്ചത്. ഇത് ഏപ്രിൽ 20 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 21ലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ആഴ്ച എപ്പോഴെങ്കിലും നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മെയ് മാസത്തിന്റെ ആദ്യ വാരത്തിൽ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 80,000-ഓളം വിദ്യാർത്ഥികളാണ് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. അതറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തായാലും +2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കൂ. എന്തായാലും ഈ 2 ദിവസം ഈ അടുത്ത സമയത്തൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് DHയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും രേഖപ്പെടുത്തുക. ബൈ.